വിഷക്കള്ള് പരിശോധനയിലെ അട്ടിമറി തടയാൻ സാമ്പിളുകൾ കോന്നിയിലെ CFRDയിൽ പരിശോധനയ്ക്ക് അയക്കണമെന്ന എക്സൈസ് ജോയിന്റ് കമ്മീഷണറുടെ നിർദ്ദേശവും അട്ടിമറിച്ചു. എക്സൈസ് മൊബൈൽ ലാബ് കണ്ടെത്തിയ വിഷക്കള്ള് കോഴിക്കോട് അനലിറ്റിക്കൽ ലാബിലെ പരിശോധനയിൽ ശുദ്ധക്കള്ളായി മാറുന്ന സാഹചര്യത്തിലായിരുന്നു നിർദ്ദേശം. മലബാറിലെ 5 അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർമാർക്ക് നിർദ്ദേശം നൽകിയെങ്കിലും നടപ്പായില്ല. മൊബൈൽ ലാബ് പരിശോധനയിൽ കണ്ടെത്തിയ വിഷക്കള്ള് കോഴിക്കോട് അനലിറ്റിക്കൽ ലാബിലെ പരിശോധനയിൽ ശുദ്ധമായ കള്ളായി മാറുന്ന ജാലവിദ്യ തുടർന്നപ്പോഴാണ് എക്സൈസ് മേധാവി ഈ നിർദ്ദേശം നൽകിയത്. കള്ള് സാമ്പിളുകൾ കോന്നിയിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായ CFRDയിൽ എത്തിച്ച് പരിശോധിക്കണമെന്നായിരുന്നു ഉത്തരമേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണറുടെ കാര്യാലയം നൽകിയ നിർദ്ദേശം. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർമാർക്കായിരുന്നു നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ ജൂണിൽ ഇതു സംബന്ധിച്ച് കത്ത് നൽകിയെങ്കിലും കള്ള് സാമ്പിളുകൾ ഒന്നും CFRDയിൽ എത്തുന്നില്ല. മലപ്പുറം കാവന്നൂരിലെ ഷാപ്പിൽ എക്സൈസ് മൊബൈൽ ലാബ് നടത്തിയ പരിശോധനയിൽ കള്ളിൽ മാരക വിഷപദാർത്ഥങ്ങൾ കണ്ടെത്തിയിരുന്നു. സോഡിയം ലോറൽ സൾഫേറ്റ്, സാക്കറിൻ എന്നിവയായിരുന്നു കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ഷാപ്പ് അടപ്പിക്കുകയും ചെയ്തു. എന്നാൽ കള്ള് സാമ്പിൾ കൂടുതൽ പരിശോധനയ്ക്കായി കോഴിക്കോട് അനലിറ്റിക്കൽ ലാബിലേക്ക് അയച്ചപ്പോൾ കള്ളിൽ വിഷാംശങ്ങൾ കണ്ടെത്താനായില്ലെന്ന റിപ്പോർട്ടാണ് ലഭിച്ചത്. ഇതേ തുടർന്ന് കാവന്നൂരിലെ പൂട്ടിയ കള്ളുഷാപ്പ് തുറക്കുകയും ചെയ്തു. കോഴിക്കോട് ലാബിലെ ഈ അട്ടിമറി തടയാൻ എക്സൈസ് ജോയിന്റ് കമ്മീഷണർ നൽകിയ നിർദ്ദേശം കള്ള് മാഫിയയുടെ ഇടപെടലിനെ തുടർന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർമാരുടെ ഓഫീസിൽ പൂഴ്ത്തുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. KM ഷഹീദ്, റിപ്പോർട്ടർ, കോഴിക്കോട്.